ഹായ്. തുടക്കം ഡയറക്ടഡ് ബൈ ജൂഡ് ആന്റണി ജോസഫ്. വിസ്മയ മോഹൻലാലിന്റെ ആദ്യത്തെ സിനിമ ഒരു പുതുമുഖ താരത്തിന്റെ സിനിമ എന്ന രീതിയിൽ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെ സിനിമ കാണാൻ ഇരുന്ന് കഴിഞ്ഞാൽ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കണ്ട് അവസാനിപ്പിക്കാൻ വേണ്ടി പറ്റും. ഒരു പുതിയ താരം അഭിനയിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് അഭിനയിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഈ സിനിമയിലുണ്ട്. പിന്നെ കുറച്ചു മാസം മുമ്പ് തമിഴിൽ റിലീസായ ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞ സിനിമയില്ലേ, ആ സിനിമയുമായിട്ട് ചെറുതല്ലാത്തൊരു ബന്ധം ഈ സിനിമയ്ക്കുണ്ട്. പക്ഷേ ഈ കഥ നടക്കുന്നത് എനിക്ക് തോന്നുന്നു വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആയതിനു ശേഷമാണ്. കാരണം ഈ പടത്തിൽ ഒരുപാട് തവണ ഈ കറണ്ട് കട്ടും ലോഡ് ഷെഡിങ് ഒക്കെ കയറി വരുന്നുണ്ട്. അങ്ങനെ ഫ്രഷ് ആണ് പടം. ഇതിൽ അനാവശ്യമായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം ലാലേട്ടന്റെ ക്യാമിയോ റോളാണ്. ആ കഥാപാത്രം വളരെ അനാവശ്യമായിട്ട് ഒരു സ്ഥലത്താണ് ഇത് കയറി വരുന്നത്. പിന്നെ അതുകൂടാതെ ഗണേഷ് കുമാറിന്റെ കഥാപാത്രം കുറച്ച് ഗുണ്ടകളൊക്കെ കയറി വരുന്നുണ്ട്. ആ ഒരു സീൻ തന്നെ കുറച്ച് മോശമായിട്ടുള്ള രീതിയിലാണ് എടുത്തു വെച്ചിട്ടുള്ളത്. നമുക്ക് കാണുമ്പോൾ തന്നെ വല്ലാണ്ട് ക്രിഞ്ച് അടിച്ച് അയ്യേ എന്നൊക്കെ തോന്നും. ലാലേട്ടൻ ഒരുപാട് സിനിമകളിൽ ക്യാമിയോ റോളിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്രയ്ക്കും കുറച്ച് വീക്ക് ആയിട്ടുള്ളൊരു ക്യാമിയോ റോള് ചിലപ്പോൾ തുടക്കത്തിലെ ഈ ഒരു കഥാപാത്രമായിരിക്കും. എനിക്ക് അനാവശ്യമായിട്ടാണ് തോന്നിയത്. പിന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് താരങ്ങൾ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. മനോജ് കെ ജയൻ, സായ് കുമാർ, പിന്നെ സായ് കുമാറിന്റെ വീട്ടിൽ തന്നെ ഇദ്ദേഹത്തിന്റെ ഭാര്യയായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു പഴയകാല നടിയുണ്ട്, ചിപ്പി എന്നാണ് തോന്നുന്നു അവരുടെ ആർട്ടിസ്റ്റിന്റെ പേര്, ഇപ്പൊ സീരിയലിലൊക്കെ അഭിനയിക്കുന്നത്. പിന്നെ കോട്ടയം രമേശ് ഉണ്ട്, കോട്ടയം രമേശിന്റെ പേരായിട്ട് അഭിനയിക്കുന്ന ഒരു അമ്മച്ചി. അവരൊക്കെ സീനിയർ ആയിട്ടുള്ള അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ തന്നെയാണ്. പിന്നെ ബോബി കുര്യൻ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് കുറച്ച് ബോറായി തോന്നിയത് ഈ മനോജ് കെ ജയൻ അവതരിപ്പിച്ച പോലീസ് കഥാപാത്രമാണ്. അതായത് ഒരു വീടിന് ഒരു പോലീസ് സ്റ്റേഷൻ എന്ന രീതിക്കാണ്. മനസ്സിലായില്ല, അവർക്ക് എന്ത് പ്രശ്നം വന്നാലും പെട്ടെന്ന് തന്നെ ഈ പോലീസുകാർ ഓടി വരിക, അങ്ങനെയല്ലല്ലോ പോലീസ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ജാഫർ ഇടുക്കി അഭിനയിച്ചിട്ടുണ്ട്. ജാഫർ ഇടുക്കി അവരെല്ലാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അഭിനയിച്ചോളും. പിന്നെ ഇതില് ആന്റണി, അതായത് ആന്റണി പെരുമ്പാവൂരും അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സിനിമയിൽ തന്നെ അച്ഛനും മോനും അഭിനയിക്കാൻ അറിയില്ല എന്നുള്ളൊരു കാര്യം കൂടി തെളിയിച്ചിട്ടുണ്ട്. അത് അത്യാവശ്യം അടിപൊളിയായിരുന്നു ആ ഒരു അറ്റംപ്റ്റ്. പിന്നെ അദ്ദേഹത്തിന്റെ മകനാണ് ഈ പടത്തിലെ വില്ലൻ റോളിൽ അഭിനയിച്ചിട്ടുള്ളത്. അയാളുടെ പേര് ആശിഷ് ജോ ആന്റണി. വളരെ കുറച്ച് ഡയലോഗ്സേ ഉള്ളൂ. അതെന്തായാലും നന്നായി. കാരണം ഡയലോഗ്സ് കൂടുതലായിട്ട് വരുന്ന സമയത്താണല്ലോ അയാൾ എത്രത്തോളം വീക്കർ ആണെന്നുള്ളൊരു കാര്യം അറിയുക. ഡയലോഗ്സ് വളരെ കുറവായിരുന്നു. അപ്പിയറൻസ് കൊണ്ടും അദ്ദേഹത്തിന്റെ മാനറിസം കൊണ്ടൊക്കെ ഒരു വില്ലത്തരം അദ്ദേഹത്തിന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ആദ്യത്തെ പടമാണല്ലോ, അപ്പൊ ഒരു എത്ര എല്ലാം മുക്കി അടിച്ചാലും നമുക്ക് മനസ്സിലാവും ഇത് അവരെത്രത്തോളം അവരുടെ ഒരു മീറ്റർ പോകുന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകും. പിന്നെ ഈ കഥാപാത്രത്തിന് ആദ്യം എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ആദ്യം തിയേറ്ററിലൊക്കെ ഉണ്ടാകുന്ന ചില കൊലപാതക പീഡന പരമ്പരകളൊക്കെ ഉണ്ട്. അതെല്ലാം നമുക്ക് ലോജിക്കലി ആലോചിക്കുന്ന സമയത്ത് ഇതിങ്ങനെ അല്ലല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ അല്ലല്ലോ ഇത് എന്താ വേണ്ടത് എന്നൊക്കെ നമ്മൾ ആലോചിക്കും. കാരണം തിയേറ്റർ ആകുന്ന സമയത്ത് CCTV-യും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ ലോജിക്കലി ആലോചിക്കാൻ പോയി കഴിഞ്ഞാൽ വളരെ വീക്കറായിട്ട് ഒരു പടമാണ്. പിന്നെ സ്ക്രിപ്റ്റ് വൈസ് നോക്കിക്കഴിഞ്ഞാലും ഈ പടം അത്യാവശ്യം വീക്കറാണ്. പിന്നെ നമ്മളൊരു പുതിയ ആളിന്റെ സിനിമ കാണാൻ പോകുന്ന ഒരു രീതിയിലാണല്ലോ സിനിമ കാണാൻ. അതിന്റെ ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ പടം കാണാൻ വേണ്ടിയിരുന്നത്. സോ ഇതിൽ കൂടുതൽ അബദ്ധങ്ങൾ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ വലിയ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ലേ, വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെ പോയിരുന്നു കഴിഞ്ഞാൽ ഒട്ടും പ്രതീക്ഷയില്ലാതെ തന്നെ നമുക്ക് ഇറങ്ങി വരാൻ വേണ്ടി പറ്റും. വലിയ സംഭവം ഒന്നും വിചാരിക്കേണ്ട. ഒരുപാട് ക്രിഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വിസ്മയ മോഹൻലാൽ ഈ പടത്തിൽ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ ടാറ്റ കാണിക്കുന്ന സീനുണ്ട്. അനാവശ്യമായിട്ട് ഇങ്ങനെ ടാറ്റ കാണിച്ചുകൊണ്ടിരിക്കും. വഴിയെ കൂടി പോകുന്ന എല്ലാ ആൾക്കാർക്കും ടാറ്റ കൊടുക്കും. സിനിമ കാണാൻ വന്ന നമ്മളോട് ഇങ്ങനെ ടാറ്റ പറയുന്ന പോലെ, പോകണ്ട പോകണ്ട എന്ന് പറയുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും. അതായത് ചില ആക്ഷൻസ് നമ്മൾ റിപ്പീറ്റഡ്ലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് തോന്നൂലേ ഇത് വേണ്ടിയിരുന്നില്ല, എന്തിനും ടാറ്റ പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന്. പിന്നെ ഈ സിനിമയിലെ പുരുഷ കഥാപാത്രങ്ങളെല്ലാം അത്യാവശ്യം കുഴപ്പക്കാരായിട്ടുള്ള രീതിയിലാണ് ഇതിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. എന്താണ് ഈ ആണുങ്ങൾ മൊത്തം ഇങ്ങനെയാണെന്നൊക്കെ നമ്മൾ ചിന്തിച്ചു. ആണുങ്ങൾ ആക്ച്വലി അങ്ങനെ ഒന്നുമല്ല, കുറച്ച് അത്യാവശ്യം മാന്യന്മാരായിട്ടുള്ള ആൾക്കാരുണ്ട്. പിന്നെ രാഹുൽ ദേവ് എന്നൊരു കഥാപാത്രം ഒരു ജീപ്പിൽ കയറി വരുന്നിട്ട് അയാളടങ്ങി ഒരു പരക്കോഴിയായിരുന്നു. പക്ഷെ ഇങ്ങനെ കണ്ണി കണ്ട എല്ലാ പുരുഷ കഥാപാത്രങ്ങളെ അങ്ങനെ വില്ലന്മാരെ കാണേണ്ട കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ട്. നമ്മൾ ആണുങ്ങളൊക്കെ ആണല്ലോ, അത്രയ്ക്കും മോശം ആൾക്കാരൊന്നും അല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ ഒരു ബസ്സിനകത്തുള്ള ഒരു സീൻ ഉണ്ട് കേട്ടോ. ബസ്സിലെ സീനിലൊക്കെ ചില സ്ഥലത്തെല്ലാം നമുക്ക് ഭയങ്കര ഫോഴ്സ്ഫുള്ളി പല കാര്യങ്ങളും ചെയ്യിക്കുന്നത് പോലെയൊക്കെ തോന്നും. ഇപ്പൊ ബസ്സിലെ കഥാപാത്രങ്ങളെ പരിചയപ്പെടുന്നതെല്ലാം ഭയങ്കര നമുക്ക് തന്നെ തോന്നും ഇങ്ങനെ അടിച്ച് ചെയ്യിപ്പിക്കുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും. നമ്മുടെ സ്കൂളിലെല്ലാം ഈ ടീച്ചേഴ്സിന്റെ മക്കളെല്ലാം യുവജനോത്സവത്തിന് കലോത്സവത്തിനെല്ലാം വീട്ടുകാർ നിർബന്ധിച്ച് ചില കാര്യങ്ങളൊക്കെ ചെയ്യിക്കില്ല. അപ്പൊ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവില്ല അവർക്ക് അതിൽ താല്പര്യമൊന്നുമില്ല, ഫോഴ്സ്ഫുള്ളി ചെയ്യിക്കുന്നതാണെന്ന്. അപ്പൊ അങ്ങനെയൊക്കെ തോന്നുന്ന പല സീനുകളും കാര്യങ്ങളൊക്കെ ഈ പടത്തിലുണ്ട്. പിന്നെ ഡ്യൂറേഷൻ വൈസ് നോക്കിക്കഴിഞ്ഞാൽ പടം അത്രയേ ഉള്ളൂ കേട്ടോ. 2 മണിക്കൂർ ഒരു 15-19 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ വല്ലാണ്ട് വലിച്ച് നീട്ടിയിട്ടൊന്നുമില്ല. പരിമിതികളുണ്ട്. പിന്നെ പുതിയ ആർട്ടിസ്റ്റാണ്, അപ്പൊ അതുകൂടി നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് സിനിമ കാണാൻ വേണ്ടി ഇരിക്കുക. പിന്നെ ലാലേട്ടന്റെ കഥാപാത്രങ്ങളൊക്കെ നമുക്ക് അനാവശ്യമായിട്ട് തോന്നും. ആ കഥാപാത്രം വന്നിട്ടില്ല എന്ന് വെച്ച് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നൊന്നുമില്ല. പിന്നെ ആക്ഷൻ അല്ല ഒരു അത്യാവശ്യം
നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. അത് മോശമില്ലാത്തൊരു കാര്യമാണ്. ആക്ഷൻ പെർഫോം ചെയ്യാനായിട്ട് അത്യാവശ്യം സ്കില്ലും കാര്യങ്ങളൊക്കെ വേണം. പക്ഷെ ഒരു പുതിയ ആളായതുകൊണ്ട് തന്നെ ചില ഈ ആക്ഷൻ, അതായത് നമ്മളൊരു സാധനം പെർഫോം ചെയ്തിട്ട് നമ്മൾ ആന മിണ്ടാതിരിക്കുന്ന സമയത്താണല്ലോ ഇയാൾ എത്രത്തോളം എന്താണ് ടാലന്റഡ് ആണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഡയലോഗ് പറയുന്നത് പോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം ഫിസിക്കലി പെർഫോം ചെയ്തിട്ട് അതിന്റെ ഇൻ ബിറ്റ്വീൻ വരുന്ന ചില മൊമെന്റുകളിലാണ് അയാളുടെ സ്കില്ല് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇത് എന്താണ് അത്ര വലിയ ടാലന്റഡ് ആയിട്ടുള്ള ഒരാളൊന്നും അല്ല. പിന്നെ എക്സ്പീരിയൻസ് ഒട്ടുമില്ലല്ലോ, ആദ്യത്തെ സിനിമ ആയതുകൊണ്ട് തന്നെ അതൊക്കെ നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. വലിയ സംഭവമായിട്ടൊന്നും കാണണ്ട, ഒരു പുതിയ കുറച്ച് ആൾക്കാരുടെ ഒരു പുതിയ സിനിമയായിട്ട് കാണുക. പിന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ലാലേട്ടൻ പോലെയുള്ള ആൾക്കാരും ഈ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്തൊക്കെയോ കുഴപ്പങ്ങളുള്ള, നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുള്ള എല്ലാം എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കഥാഗതികളുള്ള ഒരു സാധാരണ പടം. അതാണ് തുടക്കം. ഒരു കുടുംബചിത്രം എന്നോ അല്ലെങ്കിൽ ഒരു പുതുമുഖ കുടുംബചിത്രം എന്നൊക്കെ പറയാം. എല്ലാ കുടുംബക്കാരെല്ലാം ഈ പടത്തിൽ അഭിനയിച്ചിട്ടുമുണ്ട്. സോ ഇതാണ് തുടക്കം.